അവിടെ തന്നെയോ അങ്ങനെ തെജ്മീലുൽ പെൺ ആണുങ്ങളും സൗന്ദര്യം കൂട്ടുക. പെണ്ണുങ്ങളെ സൗന്ദര്യം കൂട്ടലിൽ മറ്റൊരു ഭാഗമാണ് ഇത്. എന്ത്? നമ്മളെ നഖത്തിൽ ഇന്നത്തെ മൈലാഞ്ചി എന്ന് പറയുന്ന മൈലാഞ്ചി, ട്യൂബ് മൈലാഞ്ചിയിൽ ഏകദേശം മൈലാഞ്ചികളൊക്കെ ഒരു തരം എന്താ പറയാ, പെയിന്റ് ആണ്, സനായിയാണ്, ഒറിജിനൽ അല്ല. മനസ്സിലാവണില്ലേ പറഞ്ഞത്? അത് ഉപയോഗിച്ചാൽ ഉളൂവിന്റെ വെള്ളം ചേരൂല്ല. ശ്രദ്ധിക്കണം, ഉളൂവിന്റെ വെള്ളം ചേരില്ല. കാരണം പലപ്പോഴും അത് പിന്നെ പൊടിഞ്ഞു പോകുന്ന സാധനമാണ്. ഉളൂവിന്റെ വെള്ളം ഒരിക്കലും ചേരൂല്ല. ജനാബത്തും തീരൂല്ല, ഉളൂവും തീരൂല്ല, അവിടെ കിടക്കും. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? ഒന്ന് പറ, മനസ്സിലാവണില്ലേ? ഇന്ന് ഏകദേശം നമ്മളെ പെണ്ണുങ്ങളുടെയൊക്കെ ഈ ഉപയോഗിക്കുന്ന ക്യൂടെക്സ് പോലെയുള്ള സാധനങ്ങൾ, ട്യൂബ് മൈലാഞ്ചി അടക്കം, ട്യൂബ് മൈലാഞ്ചി ഉപയോഗിച്ചാൽ നമ്മളെ നാടൻ മൈലാഞ്ചിയേക്കാൾ ചോപ്പുണ്ടാവും. പക്ഷേ പ്രശ്നം പലപ്പോഴും അങ്ങനെ വരും, ആ കെമിക്കൽ ഉണ്ടാവും. ആ കെമിക്കൽ മനസ്സിലായില്ല. ഹെന്ന ഉപയോഗിക്കാം. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഫിത്രത്തിൽ അംബിയാഇ അൽ ഹന്നാഉ, മൈലാഞ്ചി ഉപയോഗിക്കൽ അംബിയാക്കന്മാരെ ചര്യയാന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പാറിയിട്ട് ഇന്ന് നമ്മുടെ ടെലിവിഷനിലും മറ്റും പ്രൊജക്ട് ചെയ്യപ്പെടുന്ന പടിഞ്ഞാറൻ ഉപകരണങ്ങളെ തഖ്ലീദ് ചെയ്ത് നമ്മളെ നാട്ടിലോ മറ്റോ ഉണ്ടാക്കുന്ന ഉപകരണങ്ങൾ, ഒരിക്കൽ പടിഞ്ഞാറൻ ഉപകരണങ്ങൾ അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഉപകരണങ്ങളെ തഖ്ലീദ് ചെയ്തിട്ട് നമ്മളെ നാട്ടിൽ ഉണ്ടാക്കുന്ന തഖ്ലീദ് ഉപകരണങ്ങൾ, ആ ഉപകരണങ്ങൾ ഉപയോഗിക്കുക. എന്നിട്ട് നഖം ഭംഗിയാക്കുക, ഇതൊക്കെ ചെയ്യുക. അവസ്ഥയിൽ മരിച്ചുപോയാലോ? അങ്ങനെ മരിച്ചുപോയാലോ? ആ മരണം ചിലപ്പോൾ ആക്സിഡന്റ് ആയിരിക്കും. ആ ആക്സിഡന്റ് ആവുമ്പോൾ ഇതൊന്നും ശുദ്ധീകരിക്കാൻ വരെ കഴിയില്ല. അപ്പോൾ എന്തുണ്ടാകും? അങ്ങനെ തന്നെ കൊണ്ട് കുഴിച്ചിടും. കുഴിച്ചിട്ടാലോ നിസ്കാരം സഹിയാവൂല. അഥവാ അവളെ മേൽ നിസ്കാരമില്ലാതെ അവളെ കുഴിച്ചിട്ടത്. കാരണം ഉത്തരവാദി അവൾ തന്നെയാണ്. ചിലപ്പോൾ ഒഴുക്ക് വെള്ളം പാരേണ്ട സമയം വരും. ഇതൊന്നും ചുരണ്ടിക്കളയാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നഖമൊന്നും ഒരു ഷേപ്പിൽ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. ഇന്ന് നഖം ചുരണ്ടണം എന്ന് വെച്ചാൽ തന്നെ സാധനത്തോടു കൂടെ ഇന്ന് ഇങ്ങനത്തെ സാഹചര്യത്തിൽ മരിക്കലുണ്ടാവുമല്ലോ, ആക്സിഡന്റ്. ആ ആക്സിഡന്റിൽ ഇനി നഖം ഒന്ന് ശരിയാക്കണം എന്ന് വെച്ചാൽ തന്നെ നടക്കൂല. കാരണം ചുരണ്ടാനൊന്നും പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. പിന്നെ അവിടെ എന്താ ചെയ്യാ? ഒരു വളയം, മനസ്സിലായ? ഒഴുക്ക്. ആ ഒഴുക്ക് വെള്ളത്തിൽ ഈ പ്രശ്നം പരിഹരിക്കൂല. ആ ഒഴുക്ക് വെള്ളത്തിൽ ഈ പ്രശ്നം പരിഹരിക്കൂല. ഒരു കുത്രത്തുമിനൽ ബഷറത്തോ ഏതെങ്കിലും ഒരു നഖോ തൊലിയോ എവിടെയെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും വെള്ളം ചേരാതെ കിടന്നാൽ അവിടുത്തെ നിസ്കാരം, മയ്യത്തിന്റെ മേലുള്ള നിസ്കാരം, മയ്യത്തിന്റെ മേലുള്ള നിസ്കാരം സഹിയാവൂല. അപ്പോൾ കാഫറത്തിനെ കുഴിച്ചിട്ടതുപോലെയാണ് ഇവിടെ കുഴിച്ചിട്ടുണ്ടാവുക. പഠിച്ചോ നമ്മളെ കാക്കട്ടെ. ഒരു പേടിയില്ല. അതിന് മരിക്കുന്ന പേടിയില്ല. മരിക്കും, അതിൽപ്പാർക്കാ പേടിയുള്ളത്? മരിക്കും, അതിൽപ്പെന്താ ബേജാറുള്ളത്? ആർക്കാ പേടിയുള്ളത്? മരിക്കും, അതിൽപ്പെന്ത് പേടിയുള്ളത്? ഇത് വളരെ ശ്രദ്ധിക്കണം. രണ്ടവസ്ഥയിൽ ഇങ്ങനെ ഉണ്ടാവും. ഇത് തേക്കും. എന്ത്? ആണുങ്ങളെ മനസ്സിലാവണില്ലേ? ആണുങ്ങള് നിര മറക്കാൻ വേണ്ടിയിട്ട് ചില അശ്നാനികൾ, ഗോദ്രേജ് പോലല്ലേ, ഈ അശ്നാനികൾ തേക്കും. ഈ അശ്നാനികൾ തേക്കുമ്പോൾ കവറേഡ് മുടിയായിരിക്കും. മനസ്സിലായില്ല? തടിയുള്ള ഒരു സൈസ് പിന്നെ സാധനങ്ങളാണ് ഈ ഗോദ്രേജിന്റെയോ പിന്നെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു സാധനം ഉണ്ട്, എന്താ പറയാ, പീക്കോക്ക് ഇല്ലേ? അല്ല, ഈ സാധനങ്ങൾ ഉപയോഗിച്ച കവറേഡ് മുടിയായിരിക്കും. ആക്സിഡന്റിൽ ഒരു കുത്തങ്ങോട്ട് കുത്തി, അപ്പോൾ പിന്നെ കഴിഞ്ഞു. ആചാര്യം മരിച്ചു, അല്ലെങ്കിൽ മൂല്യരും മരിച്ചു, അല്ലെങ്കിൽ ഇന്നാളിനാളും മരിച്ചു. പിന്നെന്റെ താലിയും തലച്ചോറും മുടിയും എല്ലാം കൂടി ഇതുണ്ട്. ഇനി മുടിയൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. മുടിയൊന്നും ശുദ്ധീകരണം ചെയ്യാൻ നടക്കൂല. പിന്നെ അവിടെ എന്താ ചെയ്യാ? ആചാരം മയ്യത്തിന് മേലെ ഒരു ഒഴുക്കുവെള്ളം അങ്ങോട്ട് പറഞ്ഞു. മെഡിക്കൽ കോളേജിന്റെ അവിടുന്ന് ഒരു ഒഴുക്കുവെള്ളം പറഞ്ഞു. അവിടുന്ന് നിസ്കരിച്ചു. ആ നിസ്കാരം ശരിയായിട്ടില്ല. പരയെ കൊണ്ട് നിസ്കരിച്ചു, ഒന്നും ശരിയാവില്ല. ആചാരം കുഴിച്ചിട്ടു. എങ്ങനെ? കാഫൂറിനെ കുഴിച്ചിട്ടതുപോലെ. ബഹുമാനപ്പെട്ട ആചാരം അങ്ങനെ കുഴിച്ചിട്ടുണ്ടാവുക. ഇതന്നെ കാരണം എന്താണെന്നറിയോ? ചൊങ്കനും ചെറുപ്പക്കാരനും ആകാൻ. ഇപ്പൊ ഈ കഴിഞ്ഞ റമളാന്റെ തലേ ദിവസം വാവാട് ഉസ്താദ് വയറിൽ പറയുന്നത് കേട്ടു, 40 വയസ്സ് കഴിഞ്ഞോ പിന്നെ കുണ്ടനാകാൻ നോക്കരുത്. പടിഞ്ഞാറൻ ഉൽപ്പന്നത്തിന്റെ പിന്നാലെ നമ്മൾ പോയി. എത്തസമ്മന ദുക്കൂർ ഉമ്മത്തി.